നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സീരിയയിൽ നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാൻഡോസ് ഇന്ന് പൊട്ടി. 2-1 ബോട്ടഫാഗോയാണ് അവരെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിന് ശേഷം നെയ്മർ ജൂനിയർ എന്ന് മടങ്ങി വരും, അദ്ദേഹം എന്നിനി സാൻഡോസിനായിട്ട് കളിക്കും, ഈ കാര്യങ്ങൾ സാൻഡോസിൻ്റെ കോച്ച് കുക്കയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: നെയ്മർ എന്നിനി കളിക്കാൻ ഇറങ്ങും എന്നുള്ളതിന് കൃത്യമായ ഷെഡ്യൂൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നെയ്മർ നാളെ ടീമിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യും. വേൾഡ് കപ്പിന് പോയതിന് ശേഷം നാളെ ടീമിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ഞങ്ങളൊന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് താരവുമായിട്ട് സംസാരിക്കും. എന്നിട്ട് ടീമിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നെയ്മറെ എപ്പോൾ ഇനി കളിക്കളത്തിലേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് കുക്കയുടെ മറുപടി. ചുരുക്കി പറഞ്ഞാൽ നെയ്മർ ജൂനിയർ ഇമ്മീഡിയറ്റ്ലി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നൊരു സൂചനയല്ല കോച്ച് നൽകിയിട്ടുള്ളത്. വേൾഡ് കപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന നെയ്മർ ജൂനിയറുടെ ഫിസിക്കലായിട്ടുള്ള അവസ്ഥയും മറ്റുമൊക്കെ കണ്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് നെയ്മറുടെ ഒരു മടങ്ങി വരവിൻ്റെ ഡേറ്റ് തീരുമാനിക്കും എന്നാണ് കോച്ച് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പിന് പോകുമ്പോൾ നെയ്മർക്ക് പരിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഒരുവിധം പരിക്ക് ഭേദമാക്കി അദ്ദേഹത്തെ 1-2 മത്സരങ്ങളിൽ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കി. അതുമാത്രമാണ് സംഭവിച്ചത്. നോർവേക്കെതിരെ അദ്ദേഹം ഒരു പെനാൽറ്റി ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും സാൻഡോസിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ 2026 അദ്ദേഹം 15 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 6 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുമുണ്ട്. സാൻഡോസിന് നെയ്മർ ജൂനിയർ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്. നെയ്മർ ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായിട്ടും റിട്ടയർ ചെയ്യുമോ, അതല്ല സാൻഡോസ് വിട്ട് മറ്റെവിടേക്കെങ്കിലും ചേക്കേറുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും പങ്കുവെക്കുന്നുണ്ടെങ്കിലും നെയ്മറുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നെയ്മർ സാൻഡോസിൽ തന്നെ ഈ സീസൺ കളിച്ച് കംപ്ലീറ്റ് ആക്കുമെന്നാണ്. ടീം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത്, അതായത് സാൻഡോസിന് ട്രാൻസ്ഫർ വിലക്കുണ്ട്, പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല റെലഗേഷൻ സോണിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരം ഒരു സമയത്ത് സാൻഡോസിനെ ഇട്ടിട്ട് പോകാൻ നെയ്മർ തയ്യാറാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.